പാലക്കാട് UDF സ്ഥാനാർത്ഥിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ മതി. അവിടെ വേറൊരു നേതാവ് ഞങ്ങൾക്ക് വേണ്ട എന്ന് പാലക്കാടുകാർ ഒരേ സ്വരത്തിൽ ഒരേപോലെ പറയുന്നു. പാലക്കാടുകാർ മാത്രമല്ല, കോൺഗ്രസ് എന്ന പാർട്ടിക്കുള്ളിൽ പോലും പല ആളുകൾക്കും താല്പര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പാലക്കാട് നിന്നാ മതി എന്നാണ്. വേറെ ആരെങ്കിലും ഇനിയിപ്പോൾ നിന്നാൽ തന്നെ പിഷാരടി പോലും താല്പര്യമില്ല. പിഷാരടിയെ പോലും നിർത്താൻ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ പല ആളുകൾക്കും താല്പര്യമില്ല. അത് വേറൊന്നും കൊണ്ടല്ല, പാലക്കാട് അത് രാഹുലിൻ്റെയാണ്. അവിടെ രാഹുൽ ജയിക്കും എന്നുള്ള ഉറപ്പ് അത് UDFിലെ പല നേതാക്കന്മാർക്കും ഇപ്പോഴുമുണ്ട്. പക്ഷേ ആ വ്യക്തി ഇപ്പോൾ പാർട്ടിക്കുള്ളിലില്ല. എന്തുകൊണ്ട് ആ പാർട്ടിയിലേക്ക് തിരിച്ച് രാഹുലിനെ എടുക്കുന്നില്ല? തിരിച്ച് രാഹുലിനെ എടുത്താൽ ഉറപ്പായും രാഹുലിനെ നിർത്തേണ്ടി വരും. നിന്നാൽ സീറ്റ് രാഹുലിനുള്ളത്, അതിൽ ഒരു സംശയവും വേണ്ട, അല്ലേ? രാഹുൽ മാങ്കൂട്ടത്തിലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടതാ ഇപ്പോൾ ഷാഫി പറമ്പിൽ പോലും ഒരു ഡയറക്റ്റ് ആയിട്ടല്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് ഷാഫി പറമ്പിൽ ഇപ്പോഴും രാഹുലിന് വേണ്ടിയുണ്ട്. പിഷാരടി നിൽക്കുന്നതിൽ പല ആളുകൾക്കും, നമ്മൾ ഇന്നലെയൊക്കെ കുറെ വാർത്തകൾ രാവിലെകളിൽ കേട്ടിട്ടുണ്ടായിരുന്നു, പിഷാരടി നിൽക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ്. ഉച്ചയായപ്പോൾ പിഷാരടി തന്നെ നേരിട്ട് മാധ്യമങ്ങളെ കണ്ടിട്ട് പറഞ്ഞു, ഇതുവരെയായിട്ടും അങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല, നിങ്ങളായിട്ട് പ്രത്യേകിച്ച് ഇനി അടിച്ചിറക്കണ്ട, പാർട്ടി ആവശ്യപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നിൽക്കും. രമേശ് പിഷാരടി ഇത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഷാഫി പറമ്പിൽ, രമേശ് പിഷാരടി, രാഹുൽ മാങ്കൂട്ടത്തിൽ, അവരിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് പെടലി വെട്ടിയ നമ്മുടെ ആരോഗ്യമന്ത്രിക്ക് നല്ല മുട്ടൻ പണി. ആരോഗ്യമന്ത്രിയുടെ സമയം തീരെ ശരിയല്ല തോന്നുന്നു കേട്ടോ. പണികൾ ഇങ്ങനെ ഒന്നൊഴിയാതെ വന്നുകൊണ്ടിരിക്കുക. ഇപ്പത്തെ ഭർത്താവ് തന്നെ കേട്ട് കാണുമായിരിക്കുമല്ലോ. നമുക്ക് അതിൽ നിന്ന് തന്നെ അങ്ങോട്ട് തുടങ്ങാം, എന്നിട്ട് ബാക്കി. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കരുതെന്നാവശ്യപ്പെട്ട് ഭർത്താവ് ജോർജ് ജോസഫ് CPM നേതൃത്വത്തിന് കത്ത് നൽകി. കുടുംബപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിനാണ് കത്ത് നൽകിയത്. ജില്ലാ സെക്രട്ടേറിയറ്റിൽ പങ്കെടുത്ത കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക് വിഷയത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് റിപ്പോർട്ട് നൽകി. ഓർത്തഡോക്സ് സഭ മുൻ സെക്രട്ടറി കൂടിയായ ജോർജ് ജോസഫ് സംസ്ഥാന ജില്ലാ നേതാക്കളുമായി ഫോണിലും നേരിട്ടും സംസാരിച്ചതായാണ് വിവരം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും മത്സരരംഗത്ത് വീണ ജോർജ് ഉണ്ടാകുമെന്ന സൂചനകൾക്കിടെയാണ് വീണ ജോർജിനെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കരുത് എന്നാവശ്യപ്പെട്ട ഭർത്താവ് ജോർജ് ജോസഫ് തന്നെ രംഗത്തെത്തിയിട്ടുള്ളത്. അദ്ദേഹം ഈ ആവശ്യം CPM നേതൃത്വത്തിന് മുൻപാകെ കൊണ്ടുവന്നിരിക്കുകയാണ്. CPM നേതൃത്വത്തിന് കത്ത് നൽകിയിരിക്കുകയാണ് വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫ്. കുടുംബപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിന് അദ്ദേഹം കത്ത് നൽകിയത്. ഈ കുടുംബപരമായുള്ള കാര്യങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ? ഇനി അഥവാ ഈ CPM നേതൃത്വത്തിനൊക്കെ കത്ത് കൊടുക്കുന്നതിന് മുമ്പ് സ്വന്തം ഭാര്യയോട് പറഞ്ഞൂടെ, മോളെ വേണ്ട, നീ മത്സരിക്കണ്ട, നാട്ടുകാർ കല്ലെറിയും ഇത്തവണ നീ ഇനി മത്സരിക്കാൻ നിന്ന, ഒന്നാമത് നിന്റെ ഉടായ്പൊക്കെ നാട്ടുകാർ പൊക്കി, അതുകൊണ്ട് നിർത്തിക്കോ നിന്റെ ഈ പരിപാടി എന്ന് സ്വന്തം ഭാര്യയോട് പറയാൻ പറ്റുന്നില്ലേ? അതോ ഇനി പറഞ്ഞിട്ട് ഇനി ചേച്ചി കേൾക്കാത്തതാണോ? ചേച്ചിക്ക് ജനങ്ങളെ ഉദ്ധരിക്കണം എന്നുള്ള ആ ഒരു മറ്റേ അങ്ങ് മൂത്തിരിക്കുവാണോ? ജനങ്ങളെ ഉദ്ധരിച്ച് നന്നാക്കിയിട്ടേ ഞാൻ പോകുള്ളൂ, ആരോഗ്യമേഖല ഇനിയും വീണ്ടും ഭരണം കിട്ടിയാൽ അത് നടക്കാനൊന്നും പോകുന്നില്ല. എന്നാലും എങ്ങാനും ഇനി മറ്റേ ചങ്കരൻ മറ്റേ കല്ലെറിയുമ്പോൾ മറ്റേ ഒരു പഴഞ്ചോറുണ്ടല്ലോ, എന്തെങ്കിലും ആവട്ടെ, എന്താണെങ്കിലും ആ രീതിയിൽ ഒരു പണി വന്നാൽ, എങ്ങാനും കയറി കിട്ടിയാൽ വീണ്ടും ആരോഗ്യ വകുപ്പിൽ അങ്ങോട്ട് കയറി പറ്റി കൈയിട്ട് വാരി നാട്ടുകാരെ കൊന്നു കൊലവിളിച്ച് മുന്നോട്ട് പോകാന്ന് വിചാരിച്ചിട്ടാണോ? സ്വന്തം ഭർത്താവിനത് മനസ്സിലായി, വേണ്ട ഇനി അവള് കയറണ്ട, അയ്യോ മതിയായേ, സ്വന്തം വീട്ടുകാരന് തന്നെ മതിയായി. അപ്പൊ പിന്നെ ഒന്ന് മനസ്സിലാക്കണം സഖാവ് വീണ ജോർജ്, നാട്ടുകാർക്ക് സ്വന്തം ഭർത്താവ് തന്നെ വേണ്ട എന്ന് പറയുമ്പോൾ നാട്ടുകാർ പറയുന്നതും കൂടെ ഒന്ന് കേൾക്കണേ. നാട്ടുകാർക്കും വലിയ താല്പര്യമൊന്നും ഇല്ല, മടുത്തു ആരോഗ്യ മേഖല. അയ്യോ, നല്ലത് ചെയ്തിട്ടില്ല എന്നൊന്നും പറയുന്നില്ല, പക്ഷെ അതിലുപരി ജനങ്ങളെ വെറുപ്പിച്ചു ഈ അടുത്തായിട്ട്. പ്രത്യേകിച്ച് ഈ പെടലി വെട്ടിയ കേസും എത്രയോ ആളുകളുടെ ജീവൻ പോയി. എന്തെങ്കിലും ഇവർ ചെയ്തു? ഒരു ആരോഗ്യമന്ത്രിയായി ഇരുന്നു കൊണ്ട് എന്തെങ്കിലും? എല്ലാത്തിനും അന്വേഷണം നടക്കുന്നുണ്ട്. ഏത് കാലത്ത് ഈ അന്വേഷണമൊക്കെ തീർന്നിട്ട് ഈ മരിച്ച ആളുകൾക്ക് നീതി കിട്ടും? അല്ലെങ്കിൽ കയ്യും കാലും ഒക്കെ പോയ കുട്ടികൾക്കൊക്കെ എങ്ങനെ നീതി കിട്ടും? അതെന്താ ആരോഗ്യമന്ത്രി ചിന്തിക്കാത്തത്?
അല്ല, അങ്ങനെ നിങ്ങൾ ചിന്തിക്കാത്തത് കൊണ്ടാണ് നാട്ടുകാരൊന്ന് ചിന്തിച്ചത്. ഇനി ഇവര് വേണ്ട, മനസ്സിലായോ? അതുകൊണ്ട് തന്നെ വീണ ജോർജ് നിന്നിട്ടും വലിയ കാര്യമുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ജനങ്ങൾ കുറച്ചും കൂടെ അപ്ഗ്രേഡഡ് ആയിട്ടുണ്ട്. അവർക്കറിയാം ഇനി നിങ്ങൾക്ക് വോട്ട് തന്നിട്ട് ഒരു കാര്യമില്ല എന്ന്, വീണ്ടും കുട്ടിച്ചോറാക്കത്തേ ഉള്ളൂ. എന്താണെങ്കിലും ആരോഗ്യമന്ത്രിയെ നമുക്കിനി അങ്ങോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ഈ പോസ്റ്റർ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇത് വന്ന ഉടനെ തന്നെ ഞാൻ വീഡിയോ എടുക്കാൻ അങ്ങോട്ട് ഇരുന്നതാണ്. ഇതിന്റെ ന്യൂസൊക്കെ ഇനി പുറകെ വരും. അപ്പോഴത്തേക്ക് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം. ഇപ്പോൾ പോസ്റ്റ് ഇങ്ങനെയാണ്: ഷാഫിയുടെ നോമിനിയെ വീണ്ടും എത്തിക്കുന്നു. പാലക്കാട് രമേശ് പിഷാരടിയെ മത്സരിപ്പിക്കുന്നതിൽ കോൺഗ്രസിൽ അസംതൃപ്തി. ഞാനൊരു കാര്യം പറയട്ടെ. എൻ്റെ ഒരു പെർസ്പെക്റ്റീവില് രാഹുൽ മാങ്കൂട്ടത്തിലിനെ തിരിച്ചു പാർട്ടിയിലൊക്കെ എടുത്ത് അവിടെ നിർത്തിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സീറ്റ് കൊണ്ടുപോയിരിക്കും. അല്ലെങ്കിൽ പാലക്കാട് നിന്ന് സീറ്റ് പിടിക്കാൻ ഒരൊറ്റൊരാക്കേ പറ്റത്തുള്ളൂ. അത് വേറെ ആരുമല്ല, രമേശ് പിഷാരടി തന്നെയാണ്. പറ്റും, ജനങ്ങൾ വോട്ട് കുത്തും. കാരണം എന്തെങ്കിലും നല്ലത് ആ വ്യക്തി ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ട്. ഇല്ലേ? ഇല്ല, നിങ്ങൾക്കില്ല? നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയണേ, നിങ്ങൾക്കില്ലേ? പാലക്കാട് രമേശ് പിഷാരടി നിന്നാൽ ഉറപ്പായിട്ടും നല്ലത് ചെയ്യും, ഉറപ്പായിട്ടും ചെയ്യും. പുള്ളിയുടെ ഒരു ക്യാരക്ടർ അത് നമ്മളെല്ലാവരും നമ്മൾ കാണുന്നതാണ്, മനസ്സിലായില്ലേ? ടി വിയിലൂടെ ആണെങ്കിലും യൂട്യൂബിലൂടെ ആണെങ്കിലും നേരിട്ട് നമ്മൾ അങ്ങനെയാണെങ്കിലും നമ്മൾ കാണുന്നതാണ് പുള്ളിയുടെ ഒരു ബിഹേവിയർ, ആൾക്കാരോടുള്ള ഒരു ഇടപെടൽ. അതിനപ്പുറം പുള്ളി എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നുള്ളൊരു വിശ്വാസം എനിക്കും നിങ്ങൾക്കും ഓരോരുത്തർക്കും, ഓരോ പാലക്കാട്ടുകാർക്കും എന്താണെങ്കിലും ഉണ്ടാവും. പക്ഷെ അതിന് പകരം വേറെ ഏതെങ്കിലുമൊക്കെ ഒരു കോമാളിയെ കൊണ്ടുവന്ന് അവിടെ നിർത്തി ചിലപ്പോൾ ജയിക്കാതിരിക്കത്തൊന്നുമില്ല. കോൺഗ്രസ് കൊണ്ടുപോകും. കോൺഗ്രസ് മിക്ക സ്ഥലത്തും ഈ ഒരു നിയമസഭാ ഇലക്ഷന് കൊണ്ടുപോകാനുള്ള സാധ്യത ഇപ്പോഴേ നമ്മളെല്ലാവരും കാണുന്നുണ്ട്. പക്ഷെ അതൊരു പ്രോപ്പറായിട്ടുള്ള, ജനങ്ങൾക്ക് സ്നേഹം തോന്നി ആ വ്യക്തി എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് തോന്നി നല്ല ഭൂരിഭാഗത്തോടെ ജയിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് രമേശ് പിഷാരടി. സോ മാങ്കൂട്ടത്തിലിനെ അവിടെ നിർത്തിയില്ലെങ്കിൽ, തിരിച്ചു പാർട്ടിയിലേക്ക് എടുത്ത് അവിടെ നിർത്തുന്നില്ല എങ്കിൽ രമേശ് പിഷാരടിയാണ് നിൽക്കാൻ എന്തുകൊണ്ടും അനുയോജ്യൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ ഈ മുതിർന്ന നേതാക്കളെയൊക്കെ കൊണ്ടുവന്ന് അവിടെ ഇറക്കിയിട്ട് എനിക്ക് സംശയമുണ്ട്. ജയിക്കുമായിരിക്കും, വീണ്ടും പറയുന്നു, ജയിക്കുമായിരിക്കും. പക്ഷെ ഭൂരിപക്ഷം കണ്ടറിയാം. എന്താണെങ്കിലും ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ വേറെ ഒരു വാർത്ത, അത് ഇന്നലെ നിങ്ങൾ കണ്ടതായിരിക്കും. നമ്മുടെ രമേശ് പിഷാരടി തന്നെ ഇന്നലെ രാവിലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് റൂമേഴ്സ് വന്നു. രമേശ് പിഷാരടി നിൽക്കാൻ പോകുന്നു, പാലക്കാട് നിൽക്കുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രമേശ് പിഷാരടി ഉച്ചയ്ക്ക് വന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു. പുള്ളിയോട് ആരും പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല, മനസ്സിലായില്ല? ഇതിനു മുമ്പും റൂമേഴ്സ് ഒക്കെ കേട്ടിട്ടുണ്ട്, പല ടൈപ്പ് ഓഫ് റൂമേഴ്സ്. രമേശ് പിഷാരടി മത്സരിക്കാൻ പോകുന്നു, അവിടെ നിൽക്കുന്നു, ഇവിടെ നിൽക്കുന്നു, പക്ഷെ ഒന്നും സംഭവിച്ചിട്ടില്ല. എന്ന് വെച്ചിട്ട് ഇനി സംഭവിച്ചു കൂടില്ല എന്നില്ല. നമുക്ക് എന്തായാലും രമേശ് പിഷാരടി പറയുന്നതും കൂടി ഒന്ന് കേട്ടേക്കാം. ഈ നിമിഷം വരെ ഔദ്യോഗികമായിട്ട് പാർട്ടിയുടെ നേതൃത്വത്തിൽ നിന്നും ആരെങ്കിലും അങ്ങനൊരു വിഷയം എന്നോട് സംസാരിക്കുകയോ ഞാൻ തിരിച്ച് സംസാരിക്കുകയോ ഉണ്ടായിട്ടില്ല. പക്ഷേ നേതൃത്വം അത് ആവശ്യപ്പെട്ടാലും ഇല്ലെങ്കിലും എനിക്ക് പരാതികളില്ല. ഞാനൊരു അച്ചടക്കമുള്ള പ്രവർത്തകനായി 10-30 മണ്ഡലങ്ങളിൽ, എനിക്ക് പറ്റുന്നിടത്തോളം മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രചരണത്തിന് പോകും. ഞാൻ അതെല്ലാ തവണയും പോയിട്ടുണ്ട്. നിർദ്ദേശം ആവശ്യപ്പെട്ടാൽ തയ്യാറാണ്. ആവശ്യപ്പെട്ടാൽ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത്രയും പറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ ആവശ്യപ്പെട്ടാൽ നിൽക്കാം. പക്ഷേ ഇല്ലെങ്കിലും പരാതിയില്ല. പാലക്കാട് എന്നുള്ളതല്ല, ഞാൻ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ജനാധിപത്യ പാർട്ടിയിൽ കൈപ്പറ്റി അടയാളത്തിൽ മത്സരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ ബോധ്യം അല്ലെങ്കിൽ രാഷ്ട്രീയ ചിന്ത ഉള്ള ഒരാളെ സംബന്ധിച്ച് അതൊരു ഭാഗ്യമാണ്, ഒരു അനുഗ്രഹമാണ്. ഏത് മണ്ഡലമായാലും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അഭ്യൂഹങ്ങൾ പലതാണ്, പ്രത്യേകിച്ച് ഇലക്ഷൻ ഇങ്ങനെ അടുക്കാറാവുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും അതുപോലുള്ള ഒരു അഭ്യൂഹം മാത്രമായിട്ടാണ് ഇന്നലെ നമ്മളെല്ലാവരും ഒരു ഉച്ചവരെ കണ്ടിരുന്നത്. കാരണം രമേശ് പിഷാരടി നേരിട്ട് വന്നോ, പാർട്ടിയിലുള്ള ആരും ഒന്നും പറഞ്ഞില്ല. പക്ഷെ മെയിൻ സ്ട്രീം ചാനലുകാർ ഇങ്ങനെ എടുത്ത് നിൽക്കാൻ പോകുന്നു, രമേശ് പിഷാരടിയുടെ കൂട്ടുകാർ പറഞ്ഞു, അവര് പറഞ്ഞു, ഇവര് പറഞ്ഞു. പക്ഷെ പാർട്ടിയും രമേശ് പിഷാരടിയും ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ഉച്ചയ്ക്ക് ഇതാ വന്ന് പറഞ്ഞതുപോലെ തന്നെ പുള്ളിക്ക് ഡയറക്റ്റ് ആയിട്ട് പാർട്ടിയിൽ നിന്നും ആരും വന്ന് പറഞ്ഞിട്ട് മോനെ നീ അവിടെ നിൽക്കണം എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല ഇതുവരെ, ഈ നിമിഷം വരെ. ഇന്നിപ്പോൾ ഈ നിമിഷം വരെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് 12:30-ക്കാണ്. ഇത്രയും നേരമായിട്ട് പുള്ളിയോട് ആരും പറഞ്ഞിട്ടില്ല. മറിച്ച് ഞാൻ നേരത്തെ കാണിച്ചു തന്ന ആ ഒരു പോസ്റ്ററിൽ പറയുന്ന കാര്യമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. അതും ന്യൂസ് ചാനൽ പുറത്തുവിട്ടതാണ്, ആരും പറഞ്ഞു കേട്ടിട്ടില്ല. അത് വേറൊരു കാര്യം കേട്ടോ. ഈ ന്യൂസ് ചാനൽ 2-3 ദിവസമായിട്ട് പല സാധനങ്ങൾ ഈ ഒരു വാർത്ത മാത്രമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല, വേറെ പലതും നിങ്ങൾക്കറിയാലോ. നമ്മുടെ ദുബായിലൊക്കെ എല്ലാം അറിയാലോ, ഗൾഫ് രാജ്യങ്ങളിൽ സംഭവിക്കുന്നതൊക്കെ. പല വാർത്തകൾ, കെട്ടിച്ചമച്ച വാർത്തകൾ
പല പുറത്ത് താമസിക്കുന്ന പല ആളുകളും അവർ സെപ്പറേറ്റ് വീഡിയോ ഇട്ട് പറയുന്നത് കേട്ടു. വാർത്താ ചാനലുകളിൽ വരുന്നതൊന്നും വിശ്വസിക്കരുത്, നിങ്ങൾ അങ്ങനൊന്നും അല്ല, ഇവിടെ ഞങ്ങളൊക്കെ സേഫാണ്. ജനങ്ങളിലേക്ക് ഭീതി നല്ല രീതിയിൽ എത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അടിച്ചിറക്കുന്നതാണോ എന്നറിയില്ല. പക്ഷെ എന്തായാലും ഈ നിമിഷം വരെ രമേശ് പിഷാരടിയും പറഞ്ഞിട്ടില്ല, പാർട്ടിയും പറഞ്ഞിട്ടില്ല രമേശ് പിഷാരടിയാണ് പാലക്കാട് നിൽക്കാൻ പോകുന്നത് എന്ന്. അവസാന നിമിഷം എന്ത് സംഭവിക്കാം, മനസ്സിലായോ? വേണമെങ്കിൽ രാഹുലിനെ തിരിച്ചെടുത്തിട്ട് ആ വ്യക്തിയെ അവിടെ നിർത്താം, ഇല്ലെങ്കിൽ രമേശ് പിഷാരടിയെ നിർത്താം. ഇവർ രണ്ടുപേർ ആരെങ്കിലും ഒരാൾ നിൽക്കണമെന്നാണ് എൻ്റെ പേഴ്സണൽ ഒരു ആഗ്രഹം. അതല്ലാതെ ഈ മുതിർന്ന ചേട്ടന്മാരെ ഒന്നും കൊണ്ട് നിർത്തിയിട്ട് ജനങ്ങൾക്ക് ഈ മുതിർന്നവന്മാരെയൊക്കെ പണ്ടേ മടുത്തടേ. കാരണം പ്രത്യേകിച്ച് നല്ല ചെയ്ത ആൾക്കാരുണ്ട്, പക്ഷെ അതിനെക്കാട്ടിലും ഉപരി ഒന്നും ചെയ്യാതെ സ്വന്തം പോക്കറ്റ് വീർപ്പിച്ചവരാ കൂടുതൽ. ജനങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഒരു മടി കാണും, ഇല്ലേ? ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ എൻ്റെ അഭിപ്രായങ്ങളാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.